ഇപ്പുറത്തെ അടുപ്പിലും കൂടെ തീ കത്തിച്ചിട്ട് ഗോതമ്പ് പൊടി ആവി കയറ്റാനായിട്ട് നനച്ചിട്ട് അത് കോരി അതിലോട്ട് ഇട്ടു. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലെ ഒരു ദിവസം രാവിലത്തെ വീഡിയോസാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുപ്പിൽ തീ പിടിപ്പിക്കാനുള്ള പദ്ധതിയിലാണ്. എന്നിട്ട് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വിറകൊക്കെ തന്നെ തീ പിടിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇച്ചിരി പാടെ മഴയൊക്കെ ഇല്ലേ. അപ്പോൾ വിറക് കഷ്ണങ്ങളൊക്കെ ചെറുതാക്കുവാണേ. വിറക് കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി കൊണ്ടുവന്ന് ഞാൻ വിറകൊക്കെ അടുക്കി വെച്ച് തീയൊക്കെ പിടിപ്പിച്ചേ. എന്നാൽ പയറ് കറിയും ഗോതമ്പ് ഉപ്പുമാവും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പയറൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ തന്നു കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിലും കൂടെ തീ കത്തിച്ചിട്ട് ഗോതമ്പ് പൊടി ആവി കയറ്റാനായിട്ട് വെക്കാനായിട്ട് അടുപ്പിൽ തീ കത്തിക്കുവാണേ. ആവി കയറ്റാനായിട്ട് വെള്ളം തിളച്ചിട്ട് വേണമല്ലോ ഗോതമ്പ് പൊടി ഇടാൻ. അതിനു വേണ്ടി അങ്ങനെ തീയൊക്കെ പിടിച്ചു. ഇഡ്ഡലി പാത്രം എടുത്ത് തീയിൽ കൊണ്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവനും അവിടെ കിടന്നുണ്ട്, അതും എല്ലാം പെറുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതാണേ. പിന്നെ അമ്മ ഈ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തോണ്ട് തന്നു. അവൻ്റെ ചില കോപ്രായങ്ങളാണ് നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവനങ്ങനെ വീഡിയോ ഓണാക്കി വെച്ച് കാണാൻ പറ്റുമെങ്കിൽ അവൻ എന്തെങ്കിലും വേഷം കെട്ട് അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കും. തലയിട്ടാട്ടിരുന്ന് പേടിപ്പിക്കുന്നു, വെടിവെക്കുന്നു എന്ന് വേണ്ട. അപ്പുറത്തോട്ട് മാറി നിൽക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അന്നേരത്തേനെ ഞാൻ വെള്ളം തിളച്ചോന്ന് നോക്കുവാണേ. കുറച്ചും കൂടെ നനയാനുണ്ട്. നനച്ചിട്ടത് കോരി അതിലോട്ട് ഇട്ടു. ആവി കയറ്റിയിട്ട് വേണം അത് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. എന്നും പുട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്ന, ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച്. ഇച്ചിരി കഷ്ടപ്പാടാ ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്. അത് ആവി വെച്ച് വേവിക്കണം, പിന്നെ കുറച്ച് അത് മിക്സിയിൽ ക്രഷ് ചെയ്യണം. കഴിഞ്ഞ് തേങ്ങ ചേർന്നിടാം. തേങ്ങായും എണ്ണയും ഒക്കെ ഒരുപാട് വേണം ഇതിന്. എന്നും തേങ്ങയൊക്കെ ഇട്ട് പുട്ടല്ലേ ഉണ്ടാക്കി കഴിക്കണം. പുട്ടിനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ എല്ലാവർക്കും. ഇത് തേങ്ങായും കറിവേപ്പിലയും കൂടെ വറുക്കുന്നതാണ് കേട്ടോ. പയറിന് അരയ്ക്കാൻ കൈയൊക്കെ പിടിച്ച് നിർത്തിയിട്ടാണ് എടുക്കുന്നത്. ഏതാ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് വറുക്കുന്നത് കേട്ടോ. തേങ്ങ വറുക്കുക, തേങ്ങ മാത്രമേ കാണുക. ഇതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതും കൂടെ. അതിൻ്റെ അകത്ത് പെരുംജീരകം ഇട്ടാലും നല്ലതാണ്, ഇച്ചിരി മസാലപ്പൊടി ഇട്ടാലും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ മസാലപ്പൊടിയും പെരുംജീരകം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഇട്ടില്ല. ഇച്ചിരി മല്ലിപ്പൊടിയും ശകലം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് വറക്കും. നന്നായിട്ടത് മൂത്ത് കഴിഞ്ഞ ശേഷമാണ് അരയ്ക്കുന്നത്. മിക്സിയിൽ അരയ്ക്കുന്നത് പറഞ്ഞാൽ ഞാൻ എടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം തേങ്ങ ചിരണ്ടുന്നത് ആ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് തേങ്ങ ചിരണ്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ മിക്സിയിൽ അതെല്ലാം അടിച്ചു വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. മിക്സിയിൽ ആ ഗോതമ്പ് പൊടി ക്രഷ് ചെയ്ത് വെച്ചു. പയറിനുള്ളത് അരച്ച് കൊണ്ടുവന്നു. പയർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ വറുത്ത തേങ്ങായും മുളകും എല്ലാം കൂടെ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്.
ഇത് അതിൻ്റെ അകത്ത് നോക്കില്ല. ഇച്ചിരി വെള്ളം തന്നാൽ കൊള്ളായിരുന്നു. ഇപ്പം ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കും. ചാറ് കൂടുതൽ വേണം, എല്ലാവർക്കും ചാറ് വേണം. അത് കാരണം ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഞാനത് മൂടി വെച്ച് അപ്പത്തേന് ക്രഷ് ചെയ്ത മാവും കൊണ്ടൊരുത്തി കൊണ്ടുവന്നു കേട്ടോ. ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഇല്ലാത്തതിനാൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. ചൂടാട്ടെ. കറിയില്ല എണ്ണ അവിടെ ഇരിക്കട്ടെ. സവോളയും പച്ചമുളകും കറിവേപ്പിലയും. അത് നന്നായി മൂത്ത ശേഷം മാത്രമേ മാവ് ചേർക്കാൻ പറ്റൂ. തീ കെട്ടു പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓതുന്നുമുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ മാവ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ആവി കയറ്റിയ ശേഷം നമ്മൾ ആറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കും. അതാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി എന്നിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് തേങ്ങായും കൂടി ഇട്ടായിരുന്നു കേട്ടോ. സവോള ഇട്ട് മൂത്ത് കഴിയുമ്പോൾ പത്തേ ഗുണം വേണ്ട. അടപ്പുപാത്രം തരുമോ? ആ മൂടപ്പാത്രം ഇപ്പോൾ റെഡിയായപ്പോൾ അമ്മ എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാണേ. കറി വെച്ചിട്ട് കൊടുക്കും. പാത്രം കഴിച്ചിട്ട് കഴുകി നിരത്തല്ല വരയ്ക്കാത്ത നിരത്തിയല്ലോ. കഴുകി കൊണ്ടുപോയി ഇവിടെ അവക്ക് കൊടുത്തു. അവിടെ നിന്ന് കഴുകി കൊണ്ടുപോയി അവിടെ വെച്ചു. കൈ രണ്ട് കൈ കഴിക്കും. ഞാനും കൂടെ ഇടയിലോട്ട് കയറി. എല്ലാരും അത് കണ്ടോ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമായില്ലേ. ആദ്യം ഇതല്ലേ ഇരിക്കുന്നത്, ആദ്യം കാണത്തില്ലെന്ന് ആരാ പറഞ്ഞേ. പിന്നെ വേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ടാറ്റാ.